തമിഴിൽ ഒരുപാട് അണ്ടർ റേറ്റഡ് ആയിട്ടുള്ള മൂവീസൊക്കെ ഉണ്ട്. ആ ഒരു കൂട്ടത്തിൽ എനിക്ക് തോന്നിയ ഒരു മൂവിയാണ് ഈരം. ഈ മൂവി റിലീസ് ആവുന്ന 2009 ഈ മൂവി ഡയറക്ട് ചെയ്തിരിക്കുന്ന അരിവഴകനാണ്, പ്രൊഡ്യൂസ് ചെയ്തിരിക്കുന്ന ഡയറക്ടർ ശങ്കറും. ഈ ഒരു മൂവിയുടെ ജോണർ എന്ന് പറയുന്ന ഒരു സൂപ്പർ നാച്ചുറൽ ഹൊറർ ത്രില്ലർ മൂവിയാണ്. സോ ഒരു സിമ്പിൾ ആയിട്ടുള്ള പ്ലോട്ട് എന്നല്ല ഞാൻ പറയുന്ന, ഒരു അടിപൊളിയായിട്ടുള്ള പ്ലോട്ട് തന്നെയാണ് ഈ മൂവി സംസാരിക്കുന്നത്. അതും ഈ ഒരു കാലഘട്ടത്തിൽ ഈ ഒരു സ്റ്റോറി വരുമ്പോൾ അല്ലെങ്കിൽ ഇങ്ങനത്തെ ഒരു മേക്കിങ്ങും ഇങ്ങനത്തെ ഒരു സ്റ്റോറി ലൈനൊക്കെ ആണെങ്കിൽ നമ്മൾ ഓക്കെ ഫൈൻ, നമ്മൾ ഒരുപാട് മൂവീസൊക്കെ കണ്ടിട്ടുണ്ടെന്ന് പറയാം. പക്ഷേ 2009 ആ ഒരു കാലഘട്ടത്തിൽ ഈ ഒരു സൂപ്പർ നാച്ചുറൽ ഹൊറർ എന്ന എലമെന്റ് വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടാണ് ഇതിൽ സംസാരിച്ചിരിക്കുന്നത്. ഇപ്പം യാവറൊന്നും ഇല്ലാത്തൊരു മൂവിയുണ്ട്. സോ അതും ഇതുപോലെ സൂപ്പർ നാച്ചുറൽ ത്രില്ലർ മൂവിയാണ്. അത് കാണാത്തവരെ ജസ്റ്റ് കണ്ടു നോക്കുക. ഈ സിനിമയുടെ സ്റ്റോറി എന്ന് പറയുന്നത്, സിനിമ തുടങ്ങുമ്പോൾ തന്നെ ഒരു പെൺകുട്ടി ഒരു ഫ്ലാറ്റിൽ സൂസൈഡ് ചെയ്യുന്നതാണ്. സോ ആ സൂസൈഡ് അന്വേഷിക്കുന്ന ഒരു പോലീസ് ഓഫീസർ, ആ പോലീസ് ഓഫീസർ ആണെങ്കിൽ ആ പെൺകുട്ടിയുടെ എക്സ് ബോയ് ഫ്രണ്ട് ആണ്. സോ ഒരു പോലീസ് ഓഫീസറിന്റെ പോയിന്റ് ഓഫ് വ്യൂ അല്ലാതെ ഒരു എക്സ് ബോയ് ഫ്രണ്ടിന്റെ പോയിന്റ് ഓഫ് വ്യൂലാണ് ആ ഒരു കേസ് അന്വേഷിക്കുന്നത്. സോ ഈ കേസ് അന്വേഷിക്കുന്ന സമയത്ത് ഈ അപ്പാർട്ട്മെന്റിലുള്ള മറ്റുള്ള സ്ഥലങ്ങളിലൊക്കെ ഒരുപാട് മർഡേഴ്സ് നടക്കും. സോ ഈ മർഡേഴ്സ് ഒക്കെ ആരാണ് ചെയ്യുന്നത്, അല്ലെങ്കിൽ എന്തിനാണ് ചെയ്യുന്നത്, അല്ലെങ്കിൽ ഈ മർഡേഴ്സിനൊക്കെ ഈ സൂസൈഡായിട്ട് എന്തെങ്കിലും കണക്ഷൻ ഉണ്ടോ, സോ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ അന്വേഷിക്കുകയും അല്ലെങ്കിൽ അതിന്റെ ഒരു പ്രോബ്ലം സോൾവിങ്ങും അല്ലെങ്കിൽ ഇതിന്റെ സൊല്യൂഷനൊക്കെ കണ്ടുപിടിക്കുന്നതാണ് സിനിമ സംസാരിക്കുന്നത്. വളരെ അടിപൊളി മൂവിയാണ്. ആ ഒരു സൂപ്പർ നാച്ചുറൽ എലമെന്റും അല്ലെങ്കിൽ ആ ത്രില്ലർ എലമെന്റും വളരെ അടിപൊളിയായിട്ട് തന്നെ ബ്ലെൻഡ് ചെയ്ത് സിനിമ സംസാരിക്കുന്നുണ്ട്. ഇതൊരു 2009 റിലീസായ ഒരു മൂവിയാണ്. സോ ആ ഒരു കാലഘട്ടത്തിൽ തന്നെ ഇങ്ങനത്തെ രീതിയിലുള്ള ഒരു സ്റ്റോറിനെ അടിപൊളിയായിട്ടാണ് പ്രസന്റ് ചെയ്തിരിക്കുന്നത്. ആ ഒരു മൂവിയുടെ എക്സിക്യൂഷൻ ആയാലും പ്രസന്റേഷൻ ആയാലും ക്യാരക്ടേഴ്സ് ആയാലും അല്ലെങ്കിൽ ആ ഒരു സ്റ്റോറി ലൈനും എല്ലാം അടിപൊളിയാണ്. ആൻഡ് ഈ ഒരു മൂവിയുടെ പാറ്റേൺ എന്ന് പറയുന്നത്, ഇപ്പോൾ ചില മൂവീസിലൊക്കെ നിങ്ങൾ കണ്ടു കാണും, ഫസ്റ്റ് ഹാഫിൽ സ്റ്റോറി പറയും, പിന്നെ സെക്കൻഡ് ഹാഫിൽ ഫുൾ ഫ്ലാഷ് ബാക്ക് കാര്യങ്ങളും അങ്ങനെ ആയിരിക്കും. ഈ ഒരു മൂവിയിൽ വരുമ്പോഴും ഒരു ഫ്ലാഷ് ബാക്ക് ട്രാക്ക് ഒക്കെ ഉണ്ടെങ്കിലും കറന്റ് നടക്കുന്ന കാര്യത്തിന്റെ കൂടെ തന്നെ ഒരു ഫ്ലാഷ് ബാക്ക് സീക്വൻസിനെ ബ്ലെൻഡ് ചെയ്ത് പോകുന്നുണ്ട്. അതായത് ഇപ്പം കറന്റ് ഒരു സീൻ നടക്കുമായിരിക്കും, ആ ഒരു സീനിന് മാച്ച് ആയിട്ടുള്ള ഒരു ഫ്ലാഷ് ബാക്ക് അതേ പോർഷനിൽ തന്നെ നമ്മളെ കാണിക്കും. സോ അങ്ങനെയാണ് ഈ മൂവിയുടെ സ്റ്റൈല് പോകുന്നത്. ഓക്കെ, ഇത് നമ്മൾ ഒരുപാട് കണ്ടിട്ടുണ്ടല്ലോ എന്നൊക്കെ നിങ്ങൾ പറഞ്ഞാലും 2009 ആ ഒരു കാലഘട്ടത്തിൽ, എനിക്ക് ഒരു 10-13 വർഷം മുമ്പ് ഇറങ്ങിയ മൂവിയാണ്. സോ ആ ഒരു കാലഘട്ടത്തിൽ ഇങ്ങനത്തെ ഒരു സ്റ്റോറിയും ഇങ്ങനത്തെ ഒരു പ്രസന്റേഷനൊക്കെ അടിപൊളിയായിട്ട് തന്നെ ഈ മൂവി കാണിച്ചിട്ടുണ്ട്. മോസ്റ്റ് അണ്ടർ റേറ്റഡ് മൂവിയായിട്ട് ഞാനിത് പറയാനുള്ള കാരണം എന്ന് വെച്ചാൽ ഈ ഒരു മൂവിയുടെ സ്റ്റോറി ലൈൻ തന്നെയാണ്. ഒരു സൂപ്പർ നാച്ചുറൽ ത്രില്ലറിന്റെ ഉപരി ഒരു സൂപ്പർ നാച്ചുറൽ ഹൊറർ ത്രില്ലർ എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. സോ ആ ഒരു 3 എലമെന്റിനെ വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടാണ് ഈ എൻ്റയർ മൂവിയിൽ പ്രസന്റ് ചെയ്തിരിക്കുന്നത്. ഇതിലെ ക്യാരക്ടേഴ്സിന്റെ പെർഫോമൻസ് ആയാലും മേക്കിംഗ് ആയാലും സോങ്സ് ആയാലും എല്ലാം അടിപൊളിയാണ്. സോ എന്തായാലും മൂവി ചെക്കൗട്ട് ചെയ്ത് നോക്കൂ. ഈ ഒരു മൂവിയുടെ ഡയറക്ടറിന്റെ മൂവിയാണ് കുറ്റം 23. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി കാണാം ഏതൊരു സ്റ്റൈലാണ് ഈ മൂവി സംസാരിക്കുന്നത്. കുറ്റം 23 പറയുന്ന മൂവിയും തമിഴിൽ തന്നെ ഒരു വൺ ഓഫ് ദ ബെസ്റ്റ് മെഡിക്കൽ ത്രില്ലർ മൂവിയാണ്. സോ അതിനെപ്പറ്റി ഞാൻ വേറൊരു വീഡിയോ സംസാരിക്കാം. സോ എന്തായാലും ചെക്കൗട്ട് ചെയ്ത് നോക്കൂ. ഓൾറെഡി ഈ മൂവി കണ്ടവരാണെങ്കിൽ നിങ്ങളുടെ റിവ്യൂസ് എന്താണെന്ന് വെച്ചാൽ കമന്റ് ചെയ്യും. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യൂ, ഷെയർ ചെയ്യൂ. ഇതുപോലത്തെ കൂടുതൽ വീഡിയോസിന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. താങ്ക് യു സോ മച്ച്.